ഇടയ്ക്കിടയ്ക്ക് എന്തിനാ സാർ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്റെ സ്ഥാനം എന്താന്ന് എനിക്കറിയില്ലേ? ഈ വീട്ടിലെ ഏറ്റവും വില കുറഞ്ഞ വേലക്കാരി. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. പിന്നെ എവിടെ കിടന്നാൽ എന്താ? മോള് അവിടെ ചെന്ന് കിടന്ന അച്ഛന് സഹിക്കില്ല. മാത്രമല്ല, ഇപ്പൊ നീ അടുക്കളയിൽ ചെന്ന് കിടക്കുമ്പോൾ സുമേൻ രാജുവൊക്കെ കരുതുന്നത് നിങ്ങൾ തമ്മിൽ എന്തോ വലിയ പ്രശ്നം കഴിഞ്ഞു എന്നാ. നമുക്കെല്ലാവർക്കും ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ അറിയാലോ. തൽക്കാലം മോളൊന്ന് പൊരുത്തപ്പെട്ടേ പറ്റൂ. മോള് മുറിയിലേക്ക് ചെല്ല്. ചെല്ല് മാലിനി, നമ്മുടെ മുറിയല്ലത്. ചെല്ല് ചെല്ല് മോളെ. താങ്ക്സ് അച്ഛാ. നീ കുറെ വട്ടം അവളെ വിളിച്ചില്ലേ? അവളെന്താ തിരിഞ്ഞു നിൽക്കാഞ്ഞേ? സിമ്പിൾ അല്ലേ? എന്നെ ഇഷ്ടമല്ല, ഞാൻ തല്ലിപ്പുളിയല്ലേ. ഞാൻ വിളിച്ചപ്പോ അവളെന്താ തിരിഞ്ഞു നിന്നത്? അച്ഛൻ പിന്നെ പണ്ടേ നല്ലവനല്ലേ. അതല്ല, നീ വിളിച്ചത് വേറെ ഏതോ പെണ്ണുങ്ങളുടെ പേരാ. ഞാൻ വിളിച്ചതേ അവളുടെ പേരും. ഓ എടാ, കുടിക്കുന്ന മദ്യത്തിന്റെ ബ്രാൻഡുകൾ കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കുന്നുണ്ടല്ലോ. സ്വന്തം ഭാര്യയുടെ പേര് നിനക്ക് മനസ്സിൽ തങ്ങി നിൽക്കില്ല അല്ലേ? അതിനെ എന്ത് വിളിച്ചാലും അയാൾ വിളിയാക്കും. പിന്നെന്താ? ഒറ്റ അടി തന്നാലുണ്ടല്ലോ. നേരെ ചൊവ്വെ കല്യാണം കഴിഞ്ഞിരുന്നെങ്കിൽ ഒരൊറ്റ തവണ നീ പേര് തെറ്റി വിളിച്ച ആ പെണ്ണ് കലി തുള്ളും. വേണമെങ്കിൽ കൊലപാതകം വരെ നടക്കും. അറിയോ നിനക്ക്?